റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്ത് വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. കൊട്ടാരക്കര പട്ടാഴി സ്വദേശിനിക്ക് 11 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. ടാറ്റ ക്യാപിറ്റൽ കമ്പനിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം യുവതിയെ സമീപിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വി ജയശങ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ഈ തട്ടിപ്പുകൾക്ക് കേരളത്തിൽ ഇത്രയും വലിയ സാധ്യതയുണ്ടെന്നുള്ളത് ഒരുപക്ഷെ ഗവേഷകർ പഠിക്കേണ്ടതാണ്. എന്തെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ലല്ല ജയശങ്കറെ. ഓരോ ദിവസവും ഓരോ തട്ടിപ്പ് ഓരോ രീതിയിലാണ് പുറത്തു വരുന്നത്. പാതിവില തട്ടിപ്പ്, ആട് തട്ടിപ്പ്, മാഞ്ചിയം തട്ടിപ്പ്, അല്ലേ? ഇപ്പോൾ ഇതാ ടാറ്റ ക്യാപിറ്റൽസോ എന്തോ ഒരു പേര് പറഞ്ഞു, ടാറ്റ കമ്പനിയുടെ ഒക്കെ പേര് പറഞ്ഞാണ് തട്ടിപ്പ്. എന്താ സംഭവം ജയശങ്കർ? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, എന്തായാലും ഈ പോലീസൊക്കെ സൈബർ തട്ടിപ്പിനെതിരെ വലിയ തോതിൽ ബോധവൽക്കരണം നടത്തുമ്പോഴും ഈ തട്ടിപ്പുകാർ ഇങ്ങനെ സുഖസുന്ദരമായി വിലസുകയാണ്. നമ്മുടെ നാട്ടിലുള്ള പണമൊക്കെ അവരിങ്ങനെ അവരുടെ വ്യാജ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് വീട്ടമ്മയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ടാറ്റ ക്യാപിറ്റലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വീട്ടമ്മയ്ക്ക് ആദ്യം കോൾ വരുന്നത്. പിന്നീട് പണം നിക്ഷേപിച്ചാൽ വലിയ തോതിൽ പലിശ ഉൾപ്പെടെ നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യഘട്ടത്തിൽ വീട്ടമ്മ കുറച്ച് തുക നിക്ഷേപിച്ചു. അതിന് കൃത്യമായി പലിശയും ലഭിച്ചു. ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് പല തവണകളായി വീട്ടമ്മയിൽ നിന്ന് 11,50,533 രൂപ ഈ തട്ടിപ്പ് സംഘം കൊണ്ടുപോയത്. അങ്ങനെ 11 ലക്ഷത്തിലധികം രൂപ പോയതിന് ശേഷം മാത്രമാണ് പിന്നീട് വീട്ടമ്മയ്ക്ക് ഇതൊരു തട്ടിപ്പാണെന്നും തൻ്റെ പണം ഇനി തിരിച്ചു കിട്ടില്ല, പലിശയും ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടായത്. അങ്ങനെ കൊട്ടാരക്കര പട്ടാഴി സ്വദേശിനിയായ വീട്ടമ്മ എന്തായാലും കൊല്ലം റൂറൽ സൈബർ പോലീസിൽ പരാതി നൽകി. സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പതിവ് പോലെ വാടകയ്ക്ക് എടുത്ത അക്കൗണ്ടും പിന്നെ അഡ്രസ്സ് കിട്ടാത്ത അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഈ സൈബർ തട്ടിപ്പ് ഇവിടെയും നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത്തരം ആളുകൾ സമീപിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരെ ബ്ലോക്ക് ചെയ്യണം, അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണം എന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം ഡോക്ടർ അരുൺ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 200 കോടിയിലധികം രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ തട്ടിപ്പ് സംഘം കൊണ്ടുപോയത്. അങ്ങനെ നിരന്തരം തട്ടിപ്പുണ്ടാകുകയും നമ്മൾ വാർത്ത നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ തട്ടിപ്പുകാർ സമീപിക്കുമ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും വീഴുന്ന സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ സവിശേഷത ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ വീഴുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായൊരു കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകാർ വന്നാൽ അതിൽ പെടരുതെന്നാണ് കേരള പോലീസിന് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഡോക്ടറുടെ താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ജയശങ്കർ പറഞ്ഞത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വലിയ പലിശയൊക്കെ വാഗ്ദാനം ചെയ്തു വരും. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങൾ തട്ടിപ്പിനിരയായി കഴിഞ്ഞു എന്ന് മനസ്സിൽ വിചാരിക്കുക. 12% പലിശയൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. ഒരു കാരണവശാലും വിശ്വസിക്കരുത്. 7% തന്നെ കിട്ടിയാൽ 7-7.5% കിട്ടിയാൽ തന്നെ ഭാഗ്യം. അതായത് FD ഇടുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപമൊക്കെ ഉള്ള ആളുകൾക്കത് മനസ്സിലാവുന്നതാണ്. പക്ഷേ അമിതമായ ആസക്തി തട്ടിപ്പിന് ഒരു പ്രധാനപ്പെട്ട വഴി തെളിക്കും എന്നുള്ളതാണ്. ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വരുന്നതിൻ്റെ കാരണം നമുക്ക് പെരുത്ത മോഹങ്ങളാണ്. അതുകൊണ്ടാണ് അത്യാഗ്രഹമാണ് എപ്പോഴും ഈ തട്ടിപ്പിന് ഇരയാക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണവശാലും ഈ സംവിധാനങ്ങളെ ഒന്നും വിശ്വസിക്കാതിരിക്കുക. ആധികാരികമായി അന്വേഷിച്ചറിഞ്ഞതിന് മാത്രം കൊണ്ട് തലവെച്ച് കൊടുക്കുക.